ഹായ് ഹലോ. ഇന്ന് നമുക്ക് റീഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങൾ മനസ്സിലുദ്ദേശിക്കുന്ന ആ ഒരു പേഴ്സൺ, ആ ഒരാളുടെ ക്യാരക്ടർ എങ്ങനെയാണെന്നുള്ളൊരു റീഡിങ്ങാണ്. ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്തൊക്കെയാണെന്ന് ഒരു റീഡിങ്ങാണ്. അപ്പോൾ നിങ്ങളെല്ലാപ്പോഴും മെഡിറ്റേറ്റ് ചെയ്യുക, ആ ഒരു വ്യക്തിയുടെ എനർജി നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരിക. അതുപോലെ തന്നെ നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ എനർജിയോട് മാച്ച് ആകുന്നത് മാത്രം നിങ്ങൾ എടുക്കുക. പിന്നെ ഇത് ടൈംലെസ് ആണ്, ആർക്ക് വേണേലും കാണാം, മെയിലോ ഫീമെയിൽ ആർക്ക് വേണേലും കാണാം. അപ്പോൾ നമുക്ക് റീഡിങ് തുടങ്ങാം. റിയൽ ക്യാരക്ടർ ബോട്ടം കിട്ടിയിരിക്കുന്നത് 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് ഒരു സാമ്പത്തികമായ ഒരു ബാധ്യതകളോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ആൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആളിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴൊരു ഒരു മൂഡ് ഒന്നിനൊരു ക്ലാരിറ്റി കിട്ടാത്തൊരു സ്വഭാവം കാണുന്നുണ്ട്. പിന്നെ ആ വ്യക്തിക്ക് വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നുണ്ട് എന്നാണ് ഇതിനകത്ത് കാണുന്നത്. എന്തൊക്കെ മെറ്റീരിയൽ ലൈഫിൽ ആളുടെ ജോലിപരമായിട്ടായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് പരമായിട്ടാണെങ്കിലും ഒരുപാട് പ്രോബ്ലംസുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എന്നാണ് കാണുന്നത് ആ ഒരു വ്യക്തിക്ക്. നല്ലൊരു ഒത്തിരി അടിച്ചുപൊളി ഒരു ടീമാണ് കാണുന്നത്. ഭയങ്കര സന്തോഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു ഹാപ്പി മൂഡിലാണ് എപ്പോഴും നടക്കുന്നത്. ഒരുപാട്
അബണ്ടൻസും ഒത്തിരി സന്തോഷങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ സമയം ഇത് റിവേഴ്സായിരുന്നു കാർഡ് വന്നതുകൊണ്ട് ആ ഒരു സമയത്ത് ആളിപ്പോൾ ഒരു മൂഡ് ഓഫ് സിറ്റുവേഷൻസ് കൂടിയാണ് ആ ഒരു വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സന്തോഷമില്ല, അങ്ങനെയുള്ള സ്വഭാവങ്ങളിലൊക്കെ അങ്ങനെയുള്ള ഒരു ക്യാരക്ടറുള്ള ഒരു വ്യക്തിയായിരുന്നു. ആ ആളിൻ്റെ ഒരു ക്യാരക്ടർ ഇപ്പം അതൊക്കെ കുറവുണ്ടെന്നാണ് കാണുന്നത്. അങ്ങനെയുള്ള ഒരു ക്യാരക്ടറൊക്കെ ഇപ്പോൾ അതിനെല്ലാം സ്വഭാവത്തിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു ആ ഒരു വ്യക്തിക്ക് എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ പിന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് എളുപ്പം വന്ന് സംസാരിക്കുകയും ഉള്ളതൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം ആ ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു മൂഡില്ല എന്നാണ് കാണുന്നത്. കാരണം ഇപ്പം ആകെ ഒരു തളർന്നൊരവസ്ഥയിൽ കൂടിയാണ് ആ വ്യക്തി പോകുന്നതെന്ന് കാണുന്നുണ്ട്. ആ വ്യക്തിയുടെ ക്യാരക്ടർ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ തന്നെ ആളിനൊരു മൂഡ് ഓഫ് സിറ്റുവേഷൻസ് ഒക്കെ കൂടെ കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ആ ഒരു വ്യക്തി എങ്ങും പോകാനോ ഒന്നും ഇഷ്ടമല്ലാത്തൊരു ക്യാരക്ടറാണ് ഇതിനകത്ത് കാണുന്നത്. ഇതിൽ നിന്നെല്ലാം രണ്ട് തരത്തിലുള്ള ക്യാരക്ടർ ആ വ്യക്തിക്കുണ്ട്. നല്ലതും ചീത്തയുമായ ക്യാരക്ടർ ആ ഒരു വ്യക്തിക്കുണ്ട് എന്നാണ് ഇതിനകത്ത് കാണുന്നത്. അതുപോലെ തന്നെ ആളൊത്തിരിയും ദൈവത്തെ കൂടുതൽ ആരാധിക്കുകയും ആ ഈശ്വരനുള്ളൊരു ഭക്തിയും ബഹുമാനവും അങ്ങനെയൊക്കെയുള്ളൊരു വ്യക്തി, അങ്ങനെയൊക്കെയുള്ളൊരു ക്യാരക്ടർ, അങ്ങനെയുള്ളൊരു സ്വഭാവം ആളിനുണ്ട് എന്നാണ് കാണുന്നത്. അപ്പം ഇപ്പോൾ ആ ഒരു വ്യക്തി സ്വന്തം കാര്യത്തിലുള്ള ഒരു ഫോക്കസിലാണ്. സ്വന്തം കാര്യങ്ങൾ മാത്രമാണ്. ദൈവികപരമായിട്ട് കാര്യങ്ങളുണ്ട്. മറ്റുള്ള ആൾക്കാരെക്കുറിച്ചൊന്നും ആ ഒരു വ്യക്തിക്ക് ഇപ്പം ചിന്തിക്കാനുള്ള നേരമില്ല. ആ ഒരു വ്യക്തിക്ക് സ്വന്തം കാര്യത്തിലോടാണ് കൂടുതൽ ചിന്ത. കാരണം പ്രതികൂല ആ വേറെ വ്യക്തിയുടെ സാഹചര്യം അനുസരിച്ച് ഇപ്പം വല്ലാത്തൊരു മൂഡ് ഓഫ് സിറ്റുവേഷൻസാണ്. അതൊക്കെ മാറാൻ വേണ്ടി ആ ഒരു വ്യക്തി സ്വന്തം കാര്യത്തിലോടാണ് കൂടുതൽ ചിന്തിക്കുന്നത്. സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുക, സ്വന്തമായിട്ട് അങ്ങനെ സ്വന്തം ഉള്ളിലോട്ട് തന്നെ നോക്കുന്ന ഒരവസ്ഥയെ കൂടിയാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അയാളുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യം നോക്കുക എന്നുള്ളൊരിത്. കാരണം പല പ്രതിസന്ധികൾ വരുമ്പോഴാണ് അടിച്ചു പൊളിക്കുന്ന പല ആൾക്കാരും പല ഇതിലൊക്കെ നടന്നു വരുന്ന ഒരു വ്യക്തിക്ക് ഇപ്പം ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രോബ്ലംസ് വരുന്ന സമയത്താണ് സാമ്പത്തികം, ജോലി, അങ്ങനെയുള്ള പ്രശ്നങ്ങളിലെല്ലാം റിലേഷൻഷിപ്പിനകത്ത് എന്തെങ്കിലും ബ്രേക്ക് വരിക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്താണ് ഈ ഒരു ആൾക്കാർ അവർ ഈശ്വരനെ അറിയാൻ പോകുന്നത്, തന്നിലേക്ക് തന്നെ നോക്കുന്നതും ഒക്കെയുള്ളൊരവസ്ഥ അന്നേരമാണ് കാണുന്നത്. എന്നാൽ ആ ഒരു സെലിബ്രേഷൻ വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്കെന്ന് കാണുന്നുണ്ട്. നല്ല കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നുണ്ടെന്നുണ്ട്. വളരെ ഹാപ്പി മൂഡിൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നാണ് കാണുന്നത്. പിന്നെ സ്വന്തം ഇമോഷൻസൊക്കെ വീണ്ടും തന്നിലേക്കുള്ള ട്രൂ ലേക്ക് ആ ഒരു വ്യക്തി പൊക്കോണ്ടിരിക്കുകയാണ്. കാരണം ഇതുവരെ ഉണ്ടായിരുന്ന ഇമോഷൻസിനെയൊക്കെ ആ വ്യക്തി ഉപേക്ഷിച്ചിട്ടാണ് അയാൾ മൂവ് ഓൺ ചെയ്യുന്നതെന്നാണ് കാണുന്നത്. ഒരു മനസ്സിലാണ് ആളുടെ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേണോ വേണ്ടായോ എന്നൊക്കെയുള്ളൊരു ഇതുണ്ട്. പല കാര്യത്തിലും അങ്ങനെയാണ്. ഒരു കൺഫ്യൂഷൻസ് മൂഡിലാണ് ആ ഒരു വ്യക്തി ഇപ്പം നിൽക്കുന്നതെന്നാണ് കാണുന്നത്. നല്ലൊരു ഗൈഡൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുകയും ആളിൻ്റെ ജീവിതത്തിൽ നല്ലൊരു തീരുമാനം എടുക്കാനായിട്ട് നല്ലൊരു ജഡ്ജ്മെൻറ്റ്, നല്ലൊരു തീരുമാനമൊക്കെ കിട്ടാൻ വേണ്ടി ആളിന് ആഗ്രഹമുണ്ട്.
കാരണം നല്ല ഗൈഡൻസും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അവൻ്റെ ക്യാരക്ടറിനകത്താണെങ്കിലും ഒരുപാട് സ്വഭാവത്തിന് ഒരുപാട് മാറ്റങ്ങൾ വരും. മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു ഡിസിഷനാണ് ആ ഒരു വ്യക്തിക്ക് എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അറിവുള്ള ആൾക്കാരുമായിട്ട് കൂടുതൽ അടുക്കണം, തന്നിലേക്ക് തന്നെ നോക്കണം, അതിനുള്ള ഗൈഡൻസ് തനിക്ക് കിട്ടണം എന്നൊക്കെയുള്ളൊരു ഒരു മാനസികാവസ്ഥയിൽ കൂടിയാണ് ആ ഒരു വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് കാണുന്നത്. ജീവിതത്തിൽ ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ ആളുടെ ജീവിതത്തിലുണ്ട്. പിന്നെ പലതരത്തിലുള്ള അടിയും എന്നുപറഞ്ഞാൽ ജീവിത പാഠത്തിലെ കുറേ പ്രശ്നങ്ങൾ, പ്രോബ്ലംസുകൾ ഇതൊക്കെ ആൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. അത് കുറേ ഹീലിങ്സുകൾ ഇതുവരെ പ്രതീക്ഷിച്ചിരിക്കാത്ത കുറേ സംഭവങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചതുകൊണ്ടാണ് ഈ ഒരു വ്യക്തിക്ക് ഭയങ്കര എന്നാലും നല്ലൊരു തീരുമാനം ഈ ഒരു വ്യക്തി എടുക്കുന്നുണ്ടെന്നാണ് കാണുന്നത്. നല്ലൊരു ഡിസിഷൻ എടുക്കുക, നല്ലൊരു ജഡ്ജ്മെൻറ്റ് ആളുടെ ജീവിതത്തിൽ നല്ല എന്താ വേണ്ടത്. ആകെ കൺഫ്യൂഷൻ മൂഡിലാണെന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻ മൂഡാണ് ആൾക്കുണ്ടെങ്കിൽ ഏതാ തിരഞ്ഞെടുക്കാൻ പറ്റില്ല. എന്നാലും ആൾ നല്ലൊരു ജഡ്ജ്മെൻറ്റ് ചെയ്യുമെന്ന് തന്നെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സുകൾ നോക്കാം. നിങ്ങളെങ്ങനെയാണ് കാണുന്നത്? നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണമെന്നാണ് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങൾ വളരെ നല്ലൊരു വ്യക്തിയാണ്, ഒരു ദേവതയെ പോലെയാണെന്നൊക്കെയാണ് ആ ഒരു വ്യക്തിയുടെ മനസ്സിലുള്ള ചിന്താഗതികൾ. അതുകൊണ്ട് ആ ഒരു വ്യക്തി ആ ഒരു ട്രൂത്ത്, ആ ഒരു സത്യം തിരിച്ചറിയാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് ആ ഒരു വ്യക്തി പോകുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ഒത്തിരി സാമ്പത്തികം വേണമെന്നും നല്ല ആളുടെ ഇമോഷൻസ് വളരെയധികം നല്ല സ്റ്റെബിലിറ്റി കണ്ടോ ഇങ്ങനെയൊക്കെ ഒത്തിരി ആഗ്രഹങ്ങളാണ് ആ ഒരു വ്യക്തിക്ക്. വളരെ വലിയ കോടീശ്വരൻ, പണം ഉണ്ടാക്കണം, ഭയങ്കര ഹൈ ലെവലിൽ ജീവിക്കണം എന്നൊക്കെയുള്ള കുറേ ആഗ്രഹങ്ങൾ ആ വ്യക്തിക്ക് ഒത്തിരി ഉണ്ട് എന്നാണ് കാണുന്നത്. നിങ്ങൾ വളരെ പ്യുവറായൊരു വ്യക്തിയാണ്. നിങ്ങൾ കുറേയൊക്കെ എടുത്തുചാട്ടവും ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും വളരെയധികം പ്യുവറായിട്ടുള്ളൊരു വ്യക്തിയാണ്. നല്ല വ്യക്തി എന്ന് പറയുമ്പോഴേ വളരെ നല്ല ക്യാരക്ടറുള്ള ഒരു വ്യക്തിയാണെന്നാണ് കാണുന്നത്. അത്യാവശ്യം കുറേ മണ്ടത്തരങ്ങളോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ എടുത്തു ചാടി ചെയ്യുന്ന കുറേ സ്വഭാവങ്ങളൊക്കെ ഉണ്ട് എന്ന് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. പിന്നെ തൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് ആൾ ഒരുപാട് പ്രയത്നിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു പാർട്ട്ണർഷിപ്പ്, നിങ്ങളൊത്തുള്ള നല്ലൊരു പാർട്ട്ണർഷിപ്പ് ആൾ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ്. ഇനി നമുക്ക് ലവ് മെസ്സേജോടെ നോക്കാം. ലവ് മെസ്സേജാണ്. യുവർ കംപ്ലീറ്റ് മീ, നിന്നിൽ ഞാൻ പൂർണ്ണത കണ്ടെത്തുന്നു. ഐ ലൈക്ക് ഹാവ് എ റെസ്പെക്റ്റ് മീ, നീ എന്നെ ബഹുമാനിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഘട്ടത്തിലാണെന്നാണ് കാണുന്നത്. ഇഫ് യു ഡിഡ് നിൻ്റെ ഞാൻ മരിച്ചു പോയാലും, ഇപ്പം ഈ നിമിഷം ഞാൻ മരിച്ചു പോയാലും
ഞാൻ എൻ്റെ സോൾമേറ്റിനെ കണ്ടു എന്നുള്ളൊരു സംതൃപ്തി ആ ഒരു വ്യക്തിക്ക് ഉണ്ടാകുമെന്നാണ് കാണിക്കുന്നത്. നിൻ്റെ റൈറ്റ് ഹാൻഡ് കൊണ്ട് എൻ്റെ ഹെയറിൽ തലയിൽ ഇങ്ങനെ തടകുന്നത് ആ ഒരു വ്യക്തിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണെന്നാണ് ആൾ പറയുന്നത്. ഒരു വേൾഡ് ഈ ലോകം മുഴുവനും ട്രാവൽ ചെയ്യണമെന്ന്, ലോങ് ഡിസ്റ്റൻസ്, എത്ര അകലെയാണെങ്കിൽ പോലും ആ ഒരു വ്യക്തിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിലും നിങ്ങൾ തമ്മിൽ കാണണമെന്നൊക്കെ വലിയ ആഗ്രഹമാണ് ആ ഒരു വ്യക്തിക്കുള്ളത്. നമുക്കൊരു ഗോഡസ് മെസ്സേജ് ഇവിടെ നോക്കിയേക്കാം. പാസ്റ്റ് ലൈഫ്, ദി സിറ്റുവേഷൻ ഇസ് ടു ഇവോൾവ് യുവർ പാസ്റ്റ് ലൈഫ് ഇമോഷൻ. പാസ്റ്റ് ലൈഫിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇപ്പോൾ ഈ സിറ്റുവേഷൻ എന്താണോ നടക്കുന്നത് അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് റീഡിങ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക.